ഹായ് എവ്രിവൺ, ഇന്ന് നമ്മൾ യൂണിറ്റ് 4 ആണ് നോക്കാനായിട്ട് പോകുന്നത്. ഇക്കായി 4 ഉഠ്തി തർജനി എന്നാണ് ഈ ഒരു യൂണിറ്റിന്റെ പേര്. തർജനി എന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂണ്ടുവിരലാണ്. ഉഠ്ന എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉയരുക. അപ്പോൾ ഉയരുന്ന ചൂണ്ടുവിരൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണയായിട്ട് എന്തെങ്കിലും ചോദ്യം ചോദിക്കുമ്പോഴൊക്കെയാണ് ആളുകൾ ചൂണ്ടി സംസാരിക്കുക. അപ്പം എന്തുകൊണ്ടാണ് ഈ യൂണിറ്റിന് ഇങ്ങനെ ഒരു പേര് ഇട്ടിട്ടുള്ളത് എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിലത്തെ ചാപ്റ്റേഴ്സ് പഠിക്കണം. പിന്നെ താഴെ കുറച്ച് പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഒരു ആക്സിഡന്റിന്റെ പിക്ചർ, ഒരു ഫാമിലിയുടെ പിക്ചർ കൊടുത്തിട്ടുണ്ട്, ഒരു ബസ്സിലെ കാഴ്ച കൊടുത്തിട്ടുണ്ട്, ഒരു വ്യക്തി ഒരു ഹോട്ടലിന്റെ ഫ്രണ്ടിൽ ബോർഡ് പിടിച്ച് നിൽക്കുന്നത് കാണിക്കുന്നുണ്ട്, ഒരു കുട്ടി സ്നാക്സ് എടുക്കുന്നത് കാണിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെയാണ് പിക്ചേഴ്സ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ നോക്കുകയാണെങ്കിൽ ഇതൊരു ക്വസ്റ്റ്യൻ മാർക്കിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പം എന്തിനൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് ഉഠ്തി തർജനി എന്നുള്ളത് ഈ ഒരു യൂണിറ്റിന്റെ പേരാക്കിയിട്ടുള്ളത്. എന്നിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്, മാനെ സിത്താറു സെ ഇത്തന പ്യാർ കിയാ ഹെ കി മേ രാത് സെ നഹി ഡർത്ത, ഗലീലിയോ. അപ്പൊ ഗലീലിയോ പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, മാനെ സിത്താറു സെ, ഞാൻ നക്ഷത്രങ്ങളോട്, ഇത്തന പ്യാർ കിയാ ഹെ, ഞാൻ നക്ഷത്രങ്ങളെ അത്രയും സ്നേഹിച്ചിട്ടുണ്ട്, കി മേ രാത് സെ നഹി ഡർത്ത, അതുകൊണ്ട് എനിക്ക് രാത്രി പേടിയില്ല എന്നാണ് പറയുന്നത്. ഡർനാന്ന് വെച്ചാൽ പേടിക്കുക. അപ്പം എനിക്ക് രാത്രി പേടിയില്ലാത്തത് ഞാൻ നക്ഷത്രങ്ങളെ അത്രത്തോളം സ്നേഹിച്ചത് കൊണ്ടാണ് എന്നാണ് ഗലീലിയോ പറഞ്ഞിട്ടുള്ളത്. അപ്പോ ഈ ഒരു യൂണിറ്റിലെ ആദ്യത്തെ ചാപ്റ്റർ ആയിട്ട് നിങ്ങൾക്ക് ഗലീലിയോനെ കുറിച്ചിട്ടുള്ള ഒരു ലേഖാണ് പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ, അപ്പൊ റൈറ്റർ ആരാണ്? ശുക്രാചാര്യ. അപ്പൊ നമുക്ക് ചാപ്റ്ററിലോട്ട് കിടക്കാം. ആജ് സെ കരീബ് 400 സാൽ പെഹ്ലെ കി ബാത് ഹെ. ഒരു 400 വർഷം, ഏകദേശം, കരീബ് എന്ന് പറയുമ്പോൾ ഏതാണ്ട്, ഏകദേശം ഒരു 400 വർഷം മുൻപുള്ള കാര്യമാണ്. പൂർണ്ണമാസി കി എക് രാത് ഥി. പൂർണ്ണമാസി എന്ന് വെച്ചാൽ ഒരു ഫുൾ മൂൺ, പൂർണ്ണ ചന്ദ്രനുള്ള ഒരു ദിവസമാണ്. 12 സാൽ കാ എക് ലഡ്ക ചാന്ദ് കോ ദേഖ്തെ ഹുए एक पहाड़ी पर चढ़ रहा था. എത്ര വയസ്സുള്ള കുട്ടിയാണ്? 12 സാൽ കാ, 12 വയസ്സുള്ള ഒരു ലഡ്ക, ഒരു ആൺകുട്ടി, ചാന്ദ് കോ ദേഖ്തെ ഹുए, ചന്ദ്രനെ നോക്കിക്കൊണ്ട്, പഹാടി പർ ചढ़ रहा था, ആ മൗണ്ടെയിനിൽ കയറിക്കൊണ്ടിരിക്കുകയായിരുന്നു. ചढ़ना എന്ന് വെച്ചാൽ കയറുക, പഹാഡ് എന്ന് വെച്ചാൽ മല. ഉസേ ലഗാ കി ചാന്ദ് ബി ഉസ്കെ സാത്ത് സാത്ത് ചढ़ रहा है. ഉസേ ലഗ, അവന് തോന്നി, ചാന്ദ് ബി, ആ ചന്ദ്രനും, ഉസ്കെ സാത്ത് സാത്ത്, അവനോടൊപ്പം, ചढ़ रहा है, കയറിക്കൊണ്ടിരിക്കുകയാണ് എന്ന്. ഉസേ ബഡാ മസ ആയ, അവന് വളരെ സന്തോഷം തോന്നി. കുച്ച് ദേർ ബാദ് വ ചാന്ദ് ദേഖ്തെ ഹുए ഉത്തർനെ ലഗ. കുറച്ചു സമയത്തിന് ശേഷം അവൻ ഈ ചന്ദ്രനെ നോക്കിക്കൊണ്ട് ഉത്തർനെ ലഗ, നേരത്തെ കയറിയ മലയുടെ മുകളിൽ നിന്ന് പതിയെ താഴെ ഇറങ്ങാനായിട്ട് തുടങ്ങി. ഉത്തർന എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറങ്ങുക, ചढ़ना എന്ന് വെച്ച് കഴിഞ്ഞാൽ കയറുക. അബ് ഉസേ ലഗ ജैसे ചാന്ദ് ബി ഉസ്കെ സാത്ത് സാത്ത് ഉത്തർ രഹാ ഹെ. ഇപ്പൊ കുട്ടിക്ക് എന്താണ് തോന്നുന്നത്? ഈ ചന്ദ്രനും തന്നോടൊപ്പം തന്നെ താഴേക്ക് ഇറങ്ങുകയാണ് എന്നാണ്. ഉസ്നെ സോച്ചാ कि कहीं ऐसा तो नहीं कि चांद अपनी जगह पर स्थिर है और मेरी नजरें ही धोखा खा रही है. ഉസ്നെ സോച്ച, അവൻ ചിന്തിച്ചു, कि कहीं, ഇനിയിപ്പോ എങ്ങാനും, ऐसा तो नहीं है कि चांद अपनी जगह पर स्थिर है, ചന്ദ്രന്റെ ആ ഒരു സ്ഥലത്ത് തന്നെ സ്ഥിരമായിട്ട് നിൽക്കുകയാണ്. പക്ഷേ മേരി നസറെ ഹി ധോക്ക ഖാ രഹി ഹെ, എന്റെ കണ്ണുകൾ എന്നെ ചതിക്കുന്നതാണോ എന്ന്. അതായത് ഒരു സംശയം, ഇത് ഒപ്പം ഇങ്ങനെ വരികയും പോവുകയും ചെയ്യുന്നത് പോലെ തോന്നുമ്പോൾ എനിക്ക് തോന്നുന്നതാണോ ഇത്, ശരിക്കും ചന്ദ്രൻ സാധാരണ ഒരേ സ്ഥലത്ത് തന്നെ ഫിക്സ്ഡ് ആയിട്ട് നിൽക്കുകയാണോ എന്നുള്ളത്. നസറെ എന്ന് വെച്ചാൽ കണ്ണുകള്, ധോഖ എന്ന് വെച്ചാൽ ചതി. ലേക്കിൻ വ ബിനാ സബൂത് കെ കുച്ച് നഹി സ്വീകാർത്താ ഥ. പക്ഷെ ആ കുട്ടി ബിനാ സബൂത് കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ തെളിവില്ലാതെ, സബൂത്ത് എന്ന് വെച്ചാൽ തെളിവ്, ബിനാ സബൂത് കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ തെളിവില്ലാതെ, കുച്ച് നഹി സ്വീകാർത്താ ഥ, ഒന്നും അങ്ങനെ അംഗീകരിക്കില്ലായിരുന്നു. സ്വീകാരണ എന്ന് വെച്ചാൽ അതാണ്, ഒന്നും അങ്ങനെ സമ്മതിക്കില്ല, ഒന്നും വിശ്വസിക്കില്ല. ഉസ്നെ അപ്നെ ദോസ്ത് കോ ബുലായ, അങ്ങനെ അവൻ അവന്റെ കൂട്ടുകാരനെ വിളിച്ചു. ഓർ ഉസേ പഹാടി പർ ചढ़ने को कहा, എന്നിട്ട് കൂട്ടുകാരനോടും ഈ മലയുടെ മുകളിൽ കയറാനായിട്ട് പറഞ്ഞു. ഓർ ഖുദ് ഉത്തർനെ ലഗ, എന്നിട്ട് അവൻ എന്ത് ചെയ്തു? അവൻ താഴേക്ക് ഇറങ്ങാനായിട്ട് തുടങ്ങി. ഉസ്കെ ദോസ്ത് നെ കഹ ചാന്ദ് തോ മേരെ സാത്ത് സാത്ത് ചढ़ रहा था. അങ്ങനെ കൂട്ടുകാരൻ പറഞ്ഞു, ഈ ചന്ദ്രൻ എന്നോടൊപ്പം മുകളിലേക്ക് കയറി കയറി വരികയാണല്ലോ എന്ന്. ജബ്കി ലഡ്കെ കോ ലഗാ ഥാ കി ചാന്ദ് ഉസ്കെ സാത്ത് ഉത്തർ रहा था. പക്ഷെ ഈ കുട്ടിക്ക് തോന്നിയത് ചന്ദ്രൻ ആ കുട്ടിയോടൊപ്പം താഴേക്ക് ഇറങ്ങുകയാണ് എന്നായിരുന്നു.
उसने नतीजा निकाला कि चांद स्थिर है, उसका चढ़ना उतरना हमारी नजरों का धोखा है. അങ്ങനെ അപ്പൊ ഈ കുട്ടി നതീജ നിക്കാലെന്ന് വെച്ചാൽ എന്താണ്, റിസൾട്ട് അല്ലെങ്കിൽ കൺക്ലൂഷൻ ആയിട്ട് തീരുമാനിച്ചു. എന്താണ്, കി ചാന്ദ് സ്ഥിർ ഹെ, ചന്ദ്രൻ കോൺസ്റ്റന്റ് ആയിട്ട് ഒരു സ്ഥലത്ത് നിൽക്കുകയാണ്. ഉസ്ക ചഡ്ന ഉത്തർന, ഈ ചന്ദ്രൻ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നുണ്ട്, കയറുന്നുണ്ട്, ഇറങ്ങുന്നുണ്ട് എന്നൊക്കെ ഉള്ളത് ഹമാരി നസറോ കാ ധോക്ക ഹെ, നമ്മളുടെ കണ്ണുകളിൽ തോന്നുന്ന തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. ഉസ് ലഡ്കെ കാ നാം ഗലീലിയോ ഥ, അപ്പൊ അന്ന് ഇത് കണ്ടുപിടിച്ച ആ ആൺകുട്ടിയുടെ പേര് ഗലീലിയോ എന്നായിരുന്നു. ഓർ യ ഘട്ന ഇറ്റലി മേ ഘട്ടി ഥി, ഈ ഒരു ഘടന എന്ന് വെച്ചാൽ ഈ ഒരു സംഭവം ഇറ്റലിയിലാണ് നടന്നിട്ടുള്ളത്. ഘട്ടി ഥി എന്ന് വെച്ചാൽ അവിടെയാണ് നടന്നിട്ടുള്ളത്. कुछ दिनों बाद गलीलियो को उसके पिता ने डॉक्टरी पढ़ने के लिए भेज दिया, मगर वह तो वैज्ञानिक बनना चाहता था. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഗലീലിയോയുടെ അച്ഛൻ ഗലീലിയോനെ ഡോക്ടർ ആക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു വിട്ടു, അതായത് മെഡിസിൻ പഠിക്കാൻ വേണ്ടി പറഞ്ഞു വിട്ടു. മഗർ വ തോ വൈജ്ഞാനിക് ബന്ന ചാത്താ ഥാ, പക്ഷേ ഗലീലിയോന് വൈജ്ഞാനിക് എന്ന് വെച്ചാൽ സയന്റിസ്റ്റ് ആവണം എന്നായിരുന്നു ആഗ്രഹം. ഉസ്നെ അപ്നെ ആപ് വിഷയ് ബദൽ ലിയേ, എന്നിട്ട് ഗലീലിയോ എന്ത് ചെയ്തു, സ്വന്തമായിട്ട് തന്നെ ടോപ്പിക് മാറ്റി. पिता ने डांटा तो उसने भोलेपन से कहा, आप ही तो कहते थे कि सच कहने और सच निभाने में कभी भगवान से भी नहीं डरना चाहिए. അങ്ങനെ അച്ഛൻ ഡാട്ട, അച്ഛൻ എന്ത് ചെയ്തു, വഴക്ക് പറഞ്ഞു. ഉസ്നെ ഭോലേപ്പൻ സെ കഹ, ഗലീലിയോ വളരെ നിഷ്കളങ്കനായിട്ട്, ഭോലാപ്പൻ എന്ന് വെച്ചാൽ അതാണ്, നിഷ്കളങ്കനായിട്ട് പറഞ്ഞു. ആപ് ഹി തോ കഹത്തെ ഥേ, അച്ഛൻ തന്നെയല്ലേ പറയാറുള്ളത്, കി സച്ച് കഹനെ ഓർ സച്ച് നിഭാനെ മേ, എന്താന്ന് വെച്ച് കഴിഞ്ഞാല് സത്യം പറയുക അതുപോലെ തന്നെ സത്യമുള്ള കാര്യം ചെയ്യുക എന്നുള്ളതില് കബി ഭഗവാൻ സേ ബി നഹി ഡർന ചാഹിയെ, അങ്ങനെ ചെയ്യണേല് ദൈവത്തിനെ പോലും പേടിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത് അച്ഛൻ തന്നെയല്ലേ പറഞ്ഞു തന്നത് എന്ന് ചോദിച്ചു. നിഭാന എന്ന് വെച്ചാൽ നടപ്പിലാക്കുക, അതുപോലെ തന്നെ കെഹന പറയുക. ഓക്കെ, മുझे वैज्ञानिक बनने का मन है तो मैं വിജ്ഞാൻ ക്യോ ന പഠൂ, അപ്പോ എനിക്ക് സയന്റിസ്റ്റ് ആവണം എന്നുള്ള ആഗ്രഹമാണെന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെ സയൻസ് പഠിക്കാതിരിക്കുന്നത് എന്തിനാ എന്നിങ്ങനെ ചോദിച്ചു. ക്യാ ആപ് ഭഗവാൻ സേ ബി ബഡേ ഹെ, എന്നിട്ട് ഗലീലിയോ ചോദിച്ചു, അച്ഛൻ ഈശ്വരനേക്കാളും വലിയ വ്യക്തിയാണോ എന്നുള്ളത്, ഈശ്വരനേക്കാളും വലുതാണോ എന്ന്. ഇസ് പർ പിത നാരാസ് ഹോനെ കെ ബജായ് ഖുഷ് ഹുए और कहा, मैं तुमसे यही सुनना चाहता था और इस भावना को हमेशा बनाए रखना. അങ്ങനെ ഇത് കേട്ടിട്ട് അച്ഛൻ നാരാസ് ഹോനിക്ക് ബജായ് എന്ന് വെച്ചാൽ, ബജായ് എന്ന് പറഞ്ഞാൽ പകരം, അപ്പൊ നാരാസ് ഹോന എന്ന് വെച്ചാൽ ദേഷ്യപ്പെടുക, പിണങ്ങുക എന്നൊക്കെ ഉള്ള അർത്ഥമുണ്ട്. ദേഷ്യപ്പെടുന്നതിന് പകരം ഖുഷ് ഹുए, എന്താണ്, സന്തോഷിക്കുകയാണ് ചെയ്തത്. ഓർ കഹ, എന്നിട്ട് അച്ഛൻ പറഞ്ഞു, मैं तुमसे यही सुनना चाहता था, ഞാൻ നിന്റെ അടുത്ത് നിന്ന് കേൾക്കാൻ ആഗ്രഹിച്ചതും ഇത് തന്നെയാണ്. ഓർ ഇസ് ഭാവന കോ ഹമേഷ ബനായെ രഖ്ന, ഈ ഒരു ചിന്ത ഉണ്ടല്ലോ അത് എന്നും ഇതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് അച്ഛൻ ഗലീലിയോനോട് പറയാണ്. തബി തും സച്ചേ വൈജ്ഞാനിക് ബൻ പാओगे, അങ്ങനെയാണെങ്കിൽ മാത്രമാണ് നിനക്ക് ഒരു യഥാർത്ഥ സയന്റിസ്റ്റ് ആവാൻ പറ്റുക എന്ന് പറഞ്ഞു. ഗലീലിയോ നെ പിതാ കി ബാത് കോ ഹമേഷ യാദ് രഖ, ഗലീലിയോ എന്നും അച്ഛൻ പറഞ്ഞ ഈ കാര്യം ഓർക്കുമായിരുന്നു. ഉൻ ദിനോ ധർമ്മ കാ ബഡാ സോർ ഥ, അന്നത്തെ കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതത്തിന് വളരെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കാലഘട്ടമാണ്. ധർമ്മം എന്ന് പറഞ്ഞാൽ അതാണ്. ഇറ്റലി എക് ഇസായി ദേശ് ഥ, ഇറ്റലി എന്ന് പറയുന്നത് ഒരു ക്രിസ്ത്യൻ രാജ്യമായിരുന്നു. ഹർ ബച്ചെ കോ സ്കൂൾ മേ ഭി പ്രവചൻ സുന്നേ പഡ്തേ ഥേ, എല്ലാ കുട്ടികൾക്കും സ്കൂളിലും ഈ പ്രവചനം എന്ന് പറഞ്ഞാൽ ഈ മതപരമായിട്ടുള്ള പ്രഭാഷണങ്ങളും കാര്യങ്ങളൊക്കെ കേൾക്കേണ്ടതായിട്ട് വന്നിരുന്നു. ऐसे ही एक प्रवचन के बीच गलीलियो की नजर झूलते हुए ഫാനൂസ് പർ പടി, അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഗലീലിയോന്റെ കണ്ണ് ഝൂൽത്തെ ഹുയെ, ആടിക്കൊണ്ടിരിക്കുന്ന ഫാനൂസില് ചെന്ന് നിന്നത്. അപ്പോ ഫാനൂസ് എന്ന് പറഞ്ഞ റാന്തൽ വിളക്ക്. വ ഉസി കോ ടക്ടക്കി ലഗായെ ദേഖ്നെ ലഗ, അങ്ങനെ ഗലീലിയോ അതിനെ തന്നെ ഇങ്ങനെ നോക്കാൻ വേണ്ടി തുടങ്ങി. ടക്ടക്കി ലഗായെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺസ്റ്റന്റ് ആയിട്ട് ഒരേ സ്ഥലത്തേക്ക് നോക്കണേനാണ് പറയുന്നത്. कुछ देर तक देखने के बाद उसे लगा कि फानूस ज्यादा दूर तक झूले या कम दूर तक एक से दूसरे किनारे तक आने जाने में उसे बराबर समय लगता है. അങ്ങനെ ആ സമയത്താണ് ഗലീലിയോന് തോന്നിയത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫാനൂസ്, ഈ റാന്തല് എത്ര ദൂരെ നിന്ന് ആടിയാലും
കുറച്ച് ദൂരത്തേക്കാണ് ആടുന്നതെന്നുണ്ടെങ്കിലും കുറേ ദൂരത്തേക്കാണ് ആടുന്നത് എന്നുണ്ടെങ്കിലും ഏതാണ്ട് അതിനൊരു അറ്റത്ത് നിന്ന് അപ്പുറത്തെ അറ്റത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് എടുക്കുന്ന സമയം സെയിം ആണല്ലോ എന്നിങ്ങനെ ചിന്തിക്കാനായിട്ട് തുടങ്ങിയത്. അപ്പോൾ ജ്യാദ എന്ന് പറഞ്ഞാൽ എന്താ, കൂടുതൽ, ഝൂൽന എന്ന് വെച്ചാൽ ആടുക. അങ്ങനെ ഒരു ചിന്ത മനസ്സിൽ വരികയാണ്. ഉൻ ദിനോ ഘടി തോ ഹോത്തി നഹി ഥി, ആ സമയത്ത് വാച്ച് ഒന്നും ഉണ്ടായിരുന്നില്ല. അച്ചാനക് ഉസെ യാദ് ആയ കി പിछली ദിനോ ബുഖാർ മേ ഉസ്കി നബ്സ് തേസ് ചലനെ ലഗി ഥി. ഘടി എന്ന് പറയുന്നത് വാച്ച് എന്നും ആയിരിക്കാം, അല്ലെങ്കിൽ ക്ലോക്ക് എന്നും ആയിരിക്കാം കേട്ടോ. അപ്പൊ അച്ചാനക് ഉസെ യാദായ, പെട്ടെന്നാണ് ഗലീലിയോന് ഓർമ്മ വന്നത് കി പിछले ദിനോ, കഴിഞ്ഞ ദിവസങ്ങളിൽ ബുഖാർ മേ, പനി വന്ന സമയത്ത്, ഉസ്കി നബ്സ് തേസ് ചലനെ ലഗി ഥി, ഗലീലിയോന്റെ പൾസ് കൂടിയിട്ടുണ്ടായിരുന്നു എന്നുള്ളത് ഓർമ്മ വന്നത്. നബ്സ് എന്ന് വെച്ചാൽ അതാണ് ഉദ്ദേശിക്കുന്നത്. ഉസ്നെ സോച്ചാ കി കുദറത്ത് സെ ബഡാ കാരിഗർ കോൺ ഹോഗ, അബ് തോ വ ठीक हो चुका है. എന്നിട്ട് ഇങ്ങനെ ആലോചിക്കുകയാണ്, കുദറത്തിനേക്കാളും വലിയ ഒരു കാരിഗർ വേറെ ആരെങ്കിലും ഉണ്ടോ എന്നുള്ളത്. കുദറത്ത് എന്ന് വെച്ചാൽ നേച്ചറിനേക്കാളും വലിയൊരു കാരിഗർ എന്ന് വെച്ചാൽ ഒരു ശില്പി വേറെ ആരെങ്കിലും ഉണ്ടോ എന്നിങ്ങനെ ആലോചിക്കുകയാണ്. അബ് തോ വ ठीक हो चुका है, ഇപ്പോ താൻ ഓക്കെ ആയിരിക്കുന്നു. അബ് ഉസ്കി നബ്സ് ജറൂർ സാമാന്യ ഗതി സെ ചൽ രഹി ഹോഗി, ഇപ്പോ അദ്ദേഹത്തിന്റെ പൾസ് നോർമൽ റേറ്റിലായിരിക്കും പോയിക്കൊണ്ടിരിക്കുന്നത്, അതാണ് പറയുന്നത്. സാമാന്യ ഗതി സെ ചൽ രഹി ഹോഗി എന്ന്. ഉസ്കാ ഇസ്തേമാൽ ഘടി കെ രൂപ മേ കിയാ ജാ സക്താ ഹൈ, അപ്പോ ഈ പൾസ് ഒരു വാച്ച് എന്നുള്ള രീതിയിൽ ഉപയോഗിക്കാം എന്നാണ് ഐഡിയ വരുന്നത്. ഉസ്നെ പായ കി ഉസ്കാ നതീജ സഹി ഥ, അങ്ങനെ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഗലീലിയോ അതിന് മുൻപ് വിചാരിച്ച കാര്യം ശരിയാണ് എന്ന് മനസ്സിലായി. നതീജ എന്ന് പറഞ്ഞാൽ റിസൾട്ട്. അപ്നി ഇസ് ഖോജ് പർ വ ബഹുത് ഖുഷ് ഹുവ, അപ്പൊ തന്റെ ഈ ഒരു ഖോജ് എന്ന് വെച്ചാൽ ഈ ഒരു അന്വേഷണത്തിൽ അദ്ദേഹം വളരെ ഖുഷ് ഹുവ, സന്തുഷ്ടനായി. വ ദौड़ कर अपने एक दोस्त के घर गया, उसने एक डोर और कई धातुओं के गोले लिए. അങ്ങനെ ദോഡ്കർ, ഓടിയിട്ട് എന്ത് ചെയ്തു, തന്റെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് പോയി. എന്നിട്ട് ഉസ്നെ എക് ഡോർ എന്ന് പറഞ്ഞ ഒരു നൂല്, ഒരു ത്രെഡ്, ഓർ കൈ ധാതുവോ കെ ഗോലെ ലിയെ, പലതരം ധാതു, പലതരം മെറ്റൽസിന്റെ ബോൾസ് എടുത്തു. ജാസെ ലോഹ, പീത്തൽ, ശീഷ ആദി, എന്തിന്റെയൊക്കെ ബോൾസ് ആണ് എടുത്തത്? ലോഹ, ഇരുമ്പിന്റെ എടുത്തു. അതുപോലെ തന്നെ പീത്തൽ, ബ്രാസ്, പിച്ചള. അതുപോലെ തന്നെ ശീഷ എന്ന് വെച്ചാൽ ഗ്ലാസ്. അങ്ങനെ ഇതിന്റെയൊക്കെ ബോൾസ് എടുത്തു. ഉസ്നെ പെൻഡുലം ബനായെ ഓർ കൈ തജുർബെ കിയെ, അങ്ങനെ എന്താണ് ചെയ്തത്, ഈ ബോൾസും അതുപോലെ തന്നെ ഈ നൂലൊക്കെ വെച്ചിട്ട് പെൻഡുലം ഉണ്ടാക്കി. പെൻഡുലം എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ത്രെഡ്, അതിന്റെ അറ്റത്ത് ഒരു ബോൾ ഇങ്ങനെ ഉണ്ടായിരിക്കും. എന്നിട്ട് ഓർ കൈ തജുർബെ കിയെ, തജുർബ എന്ന് വെച്ചാൽ ഇവിടെ ഉദ്ദേശിക്കുന്ന എക്സ്പെരിമെന്റ് എന്നാണ്, പരീക്ഷണം. ഒരുപാട് പരീക്ഷണങ്ങൾ ചെയ്തു നോക്കി. ഉസ്നെ പായ കി ഗോല ചാഹെ കിസി ഭി ധാതു കാ ഹോ, പെൻഡുലം കെ ഘൂമനെ സെ സമയ പർ ഉസ്കാ കോയി പ്രഭാവ് നഹി പഡ്താ ഹെ. എന്നിട്ട് എന്താണ് മനസ്സിലാക്കിയത്, ഉസ്നെ പായ, മനസ്സിലാക്കി എന്താന്ന് വെച്ചാൽ, ഗോല ചാഹെ കിസി ബി ധാതു കഹോ, ഏത് മെറ്റലിന്റെ സ്ഫിയർ ആണെങ്കിലും പെൻഡുലം കെ ഘൂമനെ കെ സമയ പർ, ഈ പെൻഡുലം ഒരറ്റത്ത് നിന്ന് മറ്റൊരറ്റത്തേക്ക് പോവാനുള്ള സമയത്തെ ഉസ്കാ കോയി പ്രഭാവ് നഹി പഡ്ത, അത് ഒരു തരത്തിലും ബാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഏത് മെറ്റൽ കിട്ടിയിട്ട് ആട്ടിയാലും ഏതാണ്ട് ഒരേ സമയത്ത് തന്നെയാണ് തിരിച്ചു വരുന്നത്. അപ്പൊ മെറ്റലിന് അതിൽ ഇൻഫ്ലുവൻസ് ഇല്ല എന്ന് മനസ്സിലായി. हाँ, डोर की लंबाई बढ़ाने से उसके झूलने का समय बढ़ता है और घटाने से घटता है. എന്നിട്ട് പിന്നെ മനസ്സിലാക്കിയ ഒരു കാര്യം എന്താ വെച്ചാൽ, ഡോർ കി ലംബായി എന്ന് വെച്ചാൽ ആ ത്രെഡിന്റെ നീളം, ബഡാനെ സെ അത് കൂട്ടുന്ന സമയത്ത് ഉസ്കെ ഝൂലനെ കാ സമയ ബഡ്താ ഹെ, ഈ പെൻഡുലം ഒരറ്റത്ത് നിന്ന് മറ്റൊരറ്റത്തേക്ക് പോകുമ്പോഴുള്ള സമയം കൂടുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ നൂലിന്റെ നീളം ഘട്ടാനെ സെ, ഘട്ടാന എന്ന് വെച്ചാൽ കുറയ്ക്കുക, എന്താണ് ഈ ടൈം കുറയാണ് ചെയ്യുന്നത് എന്ന് മനസ്സിലായി. അപ്പൊ നീളത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് പെൻഡുലം ഒരറ്റത്ത് നിന്ന് മറ്റൊരറ്റത്തേക്ക് പോവാനുള്ള ടൈം നിൽക്കുന്നത് എന്ന് മനസ്സിലായി. ബിനാ ഘടി കെ ഗലീലിയോനെ പെൻഡുലം കെ യേ നിയം ഖോജേ ഥേ, അപ്പോൾ ഒരു വാച്ച് പോലും ഇല്ലാതെയാണ് ഈ പെൻഡുലത്തിന്റെ നിയമങ്ങൾ ഗലീലിയോ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നത്. ആജ് ദുനിയ ഭർ കി സാരി ഘടിയാ പെൻഡുലം കെ ഇൻഹി നിയമോ കെ ആധാർ പർ ബനി ഹെ. അപ്പോൾ വാച്ച് എന്നല്ല, ക്ലോക്ക് എന്നുള്ള രീതിയിലാണ്. അങ്ങനെ ഇന്ന് ലോകത്തിലെ എല്ലാ ക്ലോക്കുകളും എന്താണ്, ഈ പെൻഡുലത്തിന്റെ ഈ നിയമത്തിനെ ബേസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്നാണ് പറയുന്നത്. ആധാർ പർ എന്ന് വെച്ചാൽ ആധാരമാക്കിയിട്ട്. അപ്പോൾ ഗലീലിയോ പറഞ്ഞ ആ ഒരു തിയറി ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഗലീലിയോ മനസ്സിലാക്കിയ ഒരു കാര്യം, അതിനെ ബേസ് ചെയ്തിട്ടാണ് ഇപ്പോഴും ക്ലോക്ക്സ് ഫംഗ്ഷൻ ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. अपने इन तजुर्बों के आधार पर गलीलियो कहने लगा कि विज्ञान का मतलब प्रयोग है. അപ്പൊ
തൻ്റെ ഈ എക്സ്പെരിമെന്റ്സിൽ നിന്നും കിട്ടിയ ആ റിസൾട്ടിനെ ബേസ് ചെയ്തിട്ട് എന്താണ് ഗലീലിയോ പറയാനായിട്ട് തുടങ്ങി. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വിജ്ഞാൻ കാ മത്ലബ്, വിജ്ഞാൻ എന്ന് വെച്ചാൽ എന്താ, സയൻസ്. സയൻസിന്റെ അർത്ഥം പ്രയോഗ് എന്ന് വെച്ചാൽ എക്സ്പെരിമെന്റ്സ് ആണ്. അതായത് സയൻസിലേക്കുള്ള വഴി എക്സ്പെരിമെന്റ്സിലൂടെയാണ് എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. और जो भी चीज या घटना प्रयोग के दौरान माप तोल, नाप जोक या गिनती के दायरे के बाहर हो वह विज्ञान नहीं है. അപ്പൊ അദ്ദേഹം പറയുന്നത് ജോ ബി ചീസ്, എന്തൊരു കാര്യമാണോ, യാ ഘട്ന എന്തെങ്കിലും ഒരു സംഭവം, പ്രയോഗ കെ ദോറാൻ അതായത് നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ പ്രാക്ടിക്കൽ ആയിട്ടൊരു കാര്യം ചെയ്യുന്ന സമയത്ത്, കെ ദോറാൻ എന്ന് വെച്ചാൽ ആ സമയത്ത് എന്നാണ്. മാപ് തോൽ, നാപ് ജോക്ക് യാ ഗിൻതി കെ ദായരെ. മാപ് തോൽ എന്ന് വെച്ച് കഴിഞ്ഞാല് എന്തിനെങ്കിലും നമ്മളിപ്പോ വെയിറ്റ് മെഷർ ചെയ്യില്ലേ, അളക്കുക, അതായത് തൂക്കുക, അതിനെയാണ് മാപ് തോൽ എന്ന് പറയുന്നത്. നാപ്പ് ജോക്ക് എന്ന് വെച്ച് കഴിഞ്ഞാലും അളക്കുക, അപ്പോ ദൂരം അളക്കുക. അങ്ങനെ പൊതുവിൽ അളക്കുക എന്നുള്ളതിനെ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളാണ് ഈ മാപ് തോൽ, നാപ് ജോക്ക് എന്നൊക്കെ ഉള്ളത്. യാ ഗിൻതി കെ ദായരെ കെ ബഹർ, അതായത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ദായര, ഒരു ബൗണ്ടറി, ഒരു പരിധി, അതിന്റെ പുറത്ത്. ഹോ വ വിജ്ഞാൻ നെഹി ഹെ, അതിനെ നമുക്ക് സയൻസ് എന്ന് പറയാനായിട്ട് പറ്റില്ല. അതായത് സയൻസ് എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുന്ന, റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിരിക്കണം എന്നാണ് സാധാരണയായിട്ട് പറയുക. അതായത് ഇപ്പോൾ ഒരു എക്സ്പെരിമെന്റ് ഒരു സയന്റിസ്റ്റ് ചെയ്തു, അതിന്റെ റിസൾട്ട് നമ്മളുടെ മുന്നിൽ വന്ന് പ്രസന്റ് ചെയ്യാണ്. നമ്മുടെ മുന്നിലല്ല, അതിന് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരുടെ മുന്നിൽ പ്രസന്റ് ചെയ്യാണ്. അപ്പം ആ ഒരു റിസൾട്ട് റീപ്രൊഡ്യൂസിബിൾ ആണെങ്കിൽ അതേ കണ്ടീഷൻസിൽ തന്നെ വേറൊരാൾ ചെയ്തിട്ട് കിട്ടുമെന്നുള്ള സാഹചര്യം ആണെങ്കിൽ മാത്രമാണ് അതിനെ അംഗീകരിക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. അല്ലാതെ വെറുതെ കണക്കൊന്നും ഇല്ലാതെ ഞാനിങ്ങനെ വിചാരിച്ചു അപ്പൊ ഇങ്ങനെ കിട്ടി എന്ന് പറയുന്നത് നമ്മൾ സയൻസ് ആയിട്ട് അംഗീകരിക്കുന്നതല്ല. ഇപ്പൊ ഗലീലിയോന്റെ മനസ്സിലും ആദ്യം ഒരു ചിന്തയായിട്ടാണ് ഇതൊക്കെ വന്നത്. എന്നിട്ട് അദ്ദേഹം അതിനുവേണ്ടി എക്സ്പെരിമെന്റ്സ് ചെയ്ത് നോക്കിയിട്ട് അത് തെളിയിക്കുകയാണ് ചെയ്തത്. അപ്പൊ അവിടെ അദ്ദേഹത്തിന് കണക്ക് കൊടുക്കാനുണ്ട്, ഒബ്സർവേഷൻസ് കൊടുക്കാനുണ്ട്. കാരണം അവിടെ മാറ്റി നോക്കിയ വാല്യൂസ് എന്തൊക്കെയാണ്, സ്ഫിയേഴ്സ് ഏത് മെറ്റൽസ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരുന്നത് എന്നുള്ളത് മാറ്റം വന്നു, ത്രെഡിന്റെ ലെങ്ത് എന്തായിരുന്നു എന്നുള്ളത് മാറ്റം വന്നിട്ടുണ്ട്. അങ്ങനെ ഓരോ കാര്യങ്ങൾ മാറ്റി മാറ്റി അദ്ദേഹം ഒബ്സർവ് ചെയ്തപ്പോഴാണ് അതിനൊക്കെ കൃത്യമായിട്ട് ഒരു മെഷർമെന്റും ഒബ്സർവേഷനും കാര്യങ്ങളൊക്കെ കാണിക്കാൻ പ്രൂഫ് ഉണ്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ. പ്രാക്ടിക്കലി ചെയ്യുന്ന സമയത്ത് ഒരു അളവായിട്ടോ നമ്പേഴ്സ് ആയിട്ടോ അത് ഡെപ്പിക്റ്റ് ചെയ്യാൻ പറ്റുന്ന, കാണിക്കാൻ പറ്റുന്ന കാര്യങ്ങളെയാണ് സയൻസ് എന്ന് പറയാൻ പറ്റുള്ളൂ. അതിന്റെ പുറമേ ഉള്ള കാര്യങ്ങളെ സയൻസ് എന്ന് പറയാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. गलीलियो ने पहली बार विज्ञान में गणित या हिसाब का प्रयोग इतना ज्यादा किया कि लोग उसे गलीलियो हिसाबी कहने लगे. गलीलियो ने पहली बार, ആദ്യമായിട്ട് ഗലീലിയോ വിജ്ഞാൻ മേ ഗണിത് യാ ഹിസാബ് കാ പ്രयोग, അതായത് സയൻസില് മാത്സ് അല്ലെങ്കിൽ കണക്ക്, ഹിസാബ് എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് കണക്ക്, അത്രയും ഉപയോഗിച്ചു. ഇത്തിന ജ്യാദാ കിയ, ഒരുപാട് ഉപയോഗിച്ചു. അതുകൊണ്ട് പിന്നീട് ഗലീലിയോനെ ആളുകൾ ഗലീലിയോ ഹിസാബി എന്ന് വിളിക്കാനായിട്ട് തുടങ്ങി എന്നാണ് പറയുന്നത്. ഗലീലിയോ നെ ആകെ ചൽക്കർ ഢേർ സാരി ദൂസരി ഖോജേ കി. ഗലീലിയോ പിന്നീട് മുന്നോട്ട് പോയപ്പോഴും ഒരുപാട്, ഢേർ സാരി എന്ന് വെച്ചാൽ ഒരുപാട്, ദൂസരി ഖോജേ കി മറ്റ് കാര്യങ്ങളും കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇൻമേ പെഹലി ദൂർബീൻ ബി ഷാമിൽ ഹെ. അപ്പൊ ഇതിൽ ആദ്യത്തെ ദൂർബീൻ എന്ന് വെച്ചാൽ ടെലസ്കോപ്പ്, അത് ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. ഗലീലിയോ ने विज्ञान में प्रयोग तथा गणित को सही जगह देकर खुद आधुनिक या नए विज्ञान की खोज की. അങ്ങനെ ഗലീലിയോ കറക്റ്റ് ആയ സ്ഥലങ്ങളിൽ മാത്സും അതുപോലെ തന്നെ എക്സ്പെരിമെന്റേഷനും ഒക്കെ ഉൾപ്പെടുത്തിയിട്ട് ഈ മോഡേൺ സയൻസ് രൂപീകരിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് റൈറ്ററിനെ കുറിച്ചൊന്ന് നോക്കാം. ശുക്രാചാര്യ, അദ്ദേഹം ജനിച്ചത് 31 ഒക്ടോബർ 1964 ശുക്രാചാര്യ का असली नाम कृष्ण मेनन है. കൃഷ്ണ മേനൻ എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര്. ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഉൻകാ ജന്മ ബീഹാർ കെ പട്ന മേ ഹുവ. പട്നയിലാണ് അദ്ദേഹം ജനിച്ചത്, ബീഹാറിലെ പട്നയില്. ഹമാര സുക്രാത്ത്, ബച്ചോ കെ ലിയെ ഗലീലിയോ, ബച്ചോ കെ ലിയെ ഡാർവിൻ തുടങ്ങിയവയാണ് അദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള കൃതികൾ. അപ്പൊ അദ്ദേഹം പൊതുവെ തന്നെ ഈ സയൻസിൽ ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ആളുകളെ കുറിച്ച് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ എഴുതിക്കൊണ്ടിരുന്ന ഒരു രചയിതാവാണ്. ഓക്കെ, അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സജഷൻസ് ആൻഡ് കോമെന്റ്സിൽ എഴുതി അറിയിക്കുക കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ.